நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. യേശു എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നവനായത്, ഇതുപോലെ അമേൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും അമേൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, യേശു അമേൻ അഭിഷേകം പ്രാപിച്ചു. Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. നാം വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൽ ഒരുമിച്ചായിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉറച്ച് നാൾതോറും കർത്താവായ യേശുക്രിസ്തുവുള്ള ബന്ധത്തിൽ വളർന്ന് നിങ്ങൾ ആത്മീക വർധനവ് പ്രാപിക്കുന്നു എന്ന്. ദൈവം നമ്മളെ രക്ഷയിലൂടെ വിളിച്ചിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാകേണ്ടതിനാണ്. അതുകൊണ്ടാണ് ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യജാതനായി മാറ്റി നമ്മെ എല്ലാവരെയും രക്ഷയിലൂടെ അവൻ്റെ സഹോദരങ്ങളാക്കി മാറ്റി നമ്മുടെ ദൈവം അമേൻ ഏക പിതാവായിരുന്നു കൊണ്ട് നമ്മെ നാൾതോറും പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാകുവാൻ നമുക്ക് പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരിക്കലും പുത്രൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിപ്പാൻ കഴിയത്തില്ല പ്രിയ ദൈവമക്കളെ. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ചില പ്രവൃത്തികളെ ചെയ്തത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഓരോ നാളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നത് എന്ന് ഇന്ന് നാം ചേർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്ക് വേഗത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം ഒന്ന് നോക്കാം. വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെയായിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ആമേൻ യോഹന്നാൻ അപ്പോസ്തലൻ ആ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ ആരാണ് എതിർക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം കോട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മൾ ചിന്തിക്കാം, ഒരുപക്ഷെ എതിർക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആമേൻ ദൈവസഭകൾക്കും ദൈവിക നിലപാടിനുമെല്ലാം എതിരായി നിൽക്കുന്നവരായിരിക്കാം എതിർക്രിസ്തുക്കൾ. എന്നാൽ ആ വചനത്തിൽ, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും, ആരാണോ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവൻ, ക്രിസ്തുവിനെതിരായി നിൽക്കുന്നവൻ, അവനാണ് എതിർക്രിസ്തു. പ്രിയ ദൈവമക്കളെ, അതോടെ വേർഡിൽ ഇങ്ങനെയാണ് എടുത്തു പറയുന്നത്. അതിൻ്റെ 22-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആർ ആകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട് എന്ന്. പ്രിയ ദൈവമക്കളെ, എത്ര വ്യക്തമായിട്ടാണ് വേദപുസ്തകം നമുക്കിങ്ങനെ ഒരു സത്യത്തെ വെളിപ്പെടുത്തി തരുന്നത്. ആമേൻ. ആരാണ് എതിർക്രിസ്തു? ആരാണ്? വചനം പറയുകയാണ്, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ. എന്നിട്ട് വീണ്ടും ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കേ, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ അംഗീകരിക്കുന്നവന് പിതാവുമുണ്ട്. അപ്പോൾ ചുരുക്കിൽ പറഞ്ഞാൽ, പുത്രനായ യേശുക്രിസ്തുവിനെ പുത്രനായ യേശുവിനെ നാം ക്രിസ്തുവായി നാം അംഗീകരിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ എതിർക്രിസ്തു എന്ന് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളത്രേ. ഇന്ന് ഈ സത്യം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം. എതിർക്രിസ്തു പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടല്ല. എതിർക്രിസ്തു പ്രവർത്തിക്കുന്നത് ഒരിക്കലും മൊത്തത്തിലൊരു ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ അല്ല.
മറിച്ച് അമേൻ നോക്കണം, ഇവിടെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു ശക്തിയാണ് എതിർ ക്രിസ്തു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. എന്നാൽ അതിനുശേഷം വചനം നമ്മോട് ഇങ്ങനെ പറയുകയാണ്, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, നാം ലോകത്തിൽ പല നന്മകളുടെയും പുറകെ ഓടുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നിന്നും ഒരു സത്യം തിരിച്ചറിയാനാകും. ദൈവമക്കളായ നമുക്ക് ശ്രേഷ്ഠ വാഗ്ദത്തങ്ങൾ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ശ്രേഷ്ഠ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം എന്താണെന്നറിയാമോ? അത് നിത്യജീവനാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ഇതേ യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം ഇങ്ങനെ പറയുകയാണ്, പുത്രനുള്ളവന് ജീവനുണ്ട്. ഏത് ജീവനാണ്? നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, പുത്രനായ യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ നിത്യജീവൻ എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം നിത്യജീവനാണ് നാം തിരിച്ചറിയുമ്പോൾ എത്ര പേർക്ക് പുത്രനില്ലാതെ, കർത്താവായ യേശുക്രിസ്തു ഇല്ലാതെ നമുക്ക് നിത്യജീവൻ ഇല്ല എന്നൊരു സത്യത്തിലേക്ക് എത്തുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നാം എന്തെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്തു വരികയാണെങ്കിൽ, അല്ല നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം വചനം വായിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിലോ ഒരിക്കലും ഹല്ലേലൂയ നമുക്ക് ക്രിസ്തു ഉണ്ട് എന്ന് അവകാശം പറയാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ നിന്നും സത്യത്തെ തിരിച്ചറിഞ്ഞ് ആരാണ് ക്രിസ്തു, ക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുവാൻ കഴിയുക, യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറയുന്നത് അതൊരു ശക്തിയോ അതൊരു വസ്തുവോ അല്ല, മറിച്ച് അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ള സത്യത്തിൽ നാം തിരിച്ചെത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും, ക്രിസ്തുവില്ലാതെ ഒരു ജീവിതം നമുക്കില്ല എന്ന്. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്തു ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ക്രിസ്തുവില്ല എങ്കിൽ ഹല്ലേലൂയ, നിങ്ങളിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അതിനുശേഷം അടുത്ത വേർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ് എഴുതുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ആ അഭിഷേകം തന്നെ നിങ്ങളെ സകലതും ഉപദേശിക്കും. ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ് ആരും നമ്മെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ഇത് എഴുതുന്നത്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനാൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ആരും നമ്മെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ അഭിഷേകം തന്നെ നമ്മെ സകലതും ഉപദേശിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്? നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ അഭിഷേകം പ്രാപിച്ചവരാണോ? ഹല്ലേലൂയ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചയമായും അഭിഷേകമാണ്. കാരണം എന്താണെന്നറിയാമോ പ്രിയ ദൈവമക്കളെ? അഭിഷേകം കൂടാതെ കർത്താവായ യേശുക്രിസ്തുവിനാൽ നമ്മുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും കൂടാതെ നമുക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ, ദൈവം ആഗ്രഹിക്കുന്ന ആ പെർഫെക്ഷനിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല. കാരണം ഒരു സ്വന്തം ബലത്താലോ ഒരു വ്യക്തിയുടെ സ്വന്തമായ തീരുമാനങ്ങളാലോ ഇഷ്ടങ്ങളാലോ ഒരിക്കലും ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് ആ വ്യക്തിക്ക് മുന്നേറുവാൻ കഴിയത്തില്ല. നമ്മുടെ ഈ ബലഹീനതയിൽ നമ്മെ സഹായിക്കേണ്ടതിനാണ് പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ വചനം എത്ര മനോഹരമായിട്ട് പറയുകയാണ്, എതിർ ക്രിസ്തു ആരാണ്? ആ എതിർ ക്രിസ്തു ഒരിക്കലും നമ്മെ തെറ്റിക്കാതിരിക്കാൻ ദൈവത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കുന്നു എന്ന്. അപ്പോൾ അഭിഷേകം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മൾ മേൽപ്പറഞ്ഞ വാക്യങ്ങളെല്ലാം ഹല്ലേലൂയ ചേർത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം തിരിച്ചറിയുവാൻ കഴിയും. അഭിഷേകമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ കർത്താവിനാൽ പ്രാപിച്ച അഭിഷേകം അത്രേ നമ്മെ സകലതും ഉപദേശിച്ച് വഴി നടത്തുന്നത്.
ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിട്ട് തോന്നാം. ഹല്ലേലൂയ. കാരണം നാം അഭിഷേകം എപ്പോഴും ശക്തി മാത്രമായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആമേൻ ആ ഒരു ഭാഗം അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കണം, ഇവിടെ പത്രോസ് ആമേൻ ഹല്ലേലൂയ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: നസ്രായനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരുന്നുവെന്ന്. ഹല്ലേലൂയ. നോക്കിയേ, അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചവനാണെന്നറിയാം. എന്നാൽ അവിടെ എടുത്തു പറയുകയാണ് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം പ്രാപിച്ചവൻ എന്ന്. ഹല്ലേലൂയ. നമ്മളിവിടെ ആമേൻ യോഹന്നാന്റെ ലേഖനത്തിനകത്ത് കാണുകയാണ് അഭിഷേകം നമ്മെ സകലതും ഉപദേശിച്ചു വഴി നടത്തും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ എന്താണ് ഈ അഭിഷേകം? ആരാലാണ് നാം അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ക്രിസ്തു അവനാൽ ഹല്ലേലൂയ ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകമാണ് ആമേൻ നമ്മളിൽ വസിക്കുന്നത്. ആമേൻ. നിങ്ങൾക്കറിയാമോ, ക്രൈസ്റ്റ് എന്നാൽ ദ അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷിക്തൻ. ഇതാണ് യഥാർത്ഥത്തിൽ ആമേൻ ആ വാക്കിൻ്റെ അർത്ഥം. മെഷിയ എന്ന് ആമേൻ മിഷിഹ എന്നും ഹെബ്രായ പദത്തിൽ പറയുമ്പോൾ ആമേൻ അതിൻ്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്റ്റോസ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. നമുക്ക് വേണ്ടിയിട്ട് ആമേൻ അഭിഷേകം ചെയ്യപ്പെട്ട ആമേൻ ഒരുവനെ പിതാവ് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. നാം ആരിൽ നിന്നാണ് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്? വചനം പറയുകയാണ് അവനാൽ പ്രാപിച്ച അഭിഷേകം, ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം. അപ്പോൾ നോക്കണം, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ആമേൻ ഈ അഭിഷേകത്തെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഭിഷിക്തനായ ക്രിസ്തുവാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് അത് ഉറക്കെ ഒന്നുകൂടെ പ്രഖ്യാപിക്കാൻ കഴിയും? എൻ്റെ അഭിഷിക്തനായ ക്രിസ്തു എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണം, ഹല്ലേലൂയ. ഈ അഭിഷേകം എന്താണ് ചെയ്യുന്നത്? ഈ അഭിഷേകം നമ്മെ ഉപദേശിച്ചു വഴി നടത്തും. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് വചനം പറയുന്നു. എന്താണ് ആമേൻ ഈ പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകവും ശക്തിയാലുള്ള അഭിഷേകവും? ഹല്ലേലൂയ. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണോ? ആമേൻ ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ആമേൻ യഥാർത്ഥത്തിൽ നാം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ആമേൻ. എന്താണ് പരിശുദ്ധാത്മാവിനാൽ ഉള്ള അഭിഷേകം? ഹല്ലേലൂയ. നിങ്ങളത് നോക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 21-ാം വചനം നമ്മൾ നോക്കുമ്പോൾ, ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന്. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രാവ് എന്നതുപോലെ യേശുക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അമ്മയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊരു അനുഭവം യേശുവിൻ്റെ ലൈഫിൽ സംഭവിക്കുകയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം നോക്കണം പ്രിയ ദൈവമക്കളെ, ആമേൻ 3-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് എന്നതുപോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവിടെ യേശു ആമേൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നൊരു വാക്ക് പറയുകയാണ്. ആമേൻ മലയാളം ട്രാൻസ്ലേഷനിലൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറയുമ്പോൾ മറ്റ് ആമേൻ ഭാഷകളിൽ നമുക്ക് കാണുവാൻ കഴിയും ജീസസ് വാസ് ലെഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. യേശു ആമേൻ പരിശുദ്ധാത്മാവിനാൽ നിറയുക മാത്രമല്ല, യേശു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശിഷ്ടമായ അനുഭവം. ഹല്ലേലൂയ. നോക്കണം പ്രിയ ദൈവങ്ങളെ, 1 യോഹന്നാനകത്ത് ആമേൻ അഭിഷേകം നിങ്ങളെ സകലതും ഉപദേശിക്കും, അത് സത്യമാകയാൽ ആമേൻ അത് ഉപദേശിക്കുന്നത് പോലെ അതിൽ നടന്നുകൊള്ളുവിൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ആത്മതലമാണ് ആമേൻ അവിടെ വചനത്തിൽ ആമേൻ നമ്മോട് പറയുന്നത്. യേശു എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായത്, യേശു എങ്ങനെയാണോ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നവനായത്, ഇതുപോലെ അമേൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും അമേൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയ ദൈവമക്കളെ, യേശു അമേൻ അഭിഷേകം പ്രാപിച്ചു.
ആമേൻ. പരിശുദ്ധാത്മാവിനാൽ. ആമേൻ. ഹല്ലേലൂയ. അതുമുതൽ ആമേൻ യേശുവിനെ നടത്തുന്നത് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്രിയ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ അനുഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ യേശു തന്നെ ആമേൻ ഹല്ലേലൂയ തൻ്റെ ചുറ്റും നിൽക്കുന്ന വലിയ സമൂഹത്തോട് പറയുകയാണ്, ആമേൻ ആമേൻ, ഒരുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ആമേൻ നിങ്ങൾ അവർക്കും ചെയ്തു കൊടുപ്പിൻ. ഇത് തന്നെയാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന്. ഹല്ലേലൂയ. ഈ ഭാഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണമേ. ആമേൻ. നമ്മളെ ആമേൻ നിയന്ത്രിക്കുന്ന ഒരു അഭിഷേകമാണോ നാം പ്രാപിച്ചിരിക്കുന്നത്? അല്ല, നാം ആണോ പലപ്പോഴും നമ്മുടെ അഭിഷേകത്തെ നിയന്ത്രിക്കുന്നത്? ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടോ? പിതാവായ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. നാം അഭിഷേകം എന്ന് ചിന്തിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ഒരു പക്ഷേ ആമേൻ ചില പാട്ടുകൾക്കൊടുവിൽ വരുന്ന ആമേൻ അനുഭവിക്കുന്ന ഒരു ദൈവശക്തിയായിരിക്കാം ആമേൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് അഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അതല്ല എങ്കിൽ എപ്പോഴെങ്കിലും നാം അനുഭവിക്കുന്ന ഒരു ശക്തി, പവർ, അത് മാത്രമായിരിക്കാം നമ്മുടെ കണ്ണുകളിൽ അഭിഷേകം എന്ന് പറയുന്നത്. അല്ല പ്രിയ ദൈവമക്കളെ, നാം തിരിച്ചറിയണം, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴാണോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവിനെ അലോ ചെയ്യുന്നത്, നമ്മെ കൺട്രോൾ ചെയ്യുവാൻ അനുവദിക്കുന്നത്, അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവ പദ്ധതിക്കകത്ത് പ്രവേശിക്കുന്നത്. നമ്മളത് ചിന്തിച്ച് നോക്കിക്കേ. നാം ആമേൻ ഹല്ലേലൂയ സഭ ആരാധനകളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാം പ്രയർ മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോൾ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ആത്മസാന്നിധ്യം അനുഭവിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയോട് നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു കൂട്ടായ്മയുണ്ടോ? പരിശുദ്ധാത്മാവിനെ നാം ശ്രദ്ധിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ നാം ഒന്ന് സമർപ്പിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ആമേൻ സ്വർഗീയ ദൈവം പിതാവ് ആമേൻ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തത്, യേശുവിനെ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്ത് നടത്തിയത്, ഇതുപോലെ തന്നെ ഈ തിരുവചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും പരിപൂർണമായും പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്ത് നടത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് വചനം പറയുന്നു. എപ്പോഴാണ്? ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അധികമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ആമേൻ. നമ്മെ വഴി നടത്തുന്ന, നമ്മെ ഉപദേശിക്കുന്ന ആ അഭിഷേകത്തിൻ്റെ കീഴിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അഭിഷേകം നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തുന്ന ആ ഒരു ആത്മമണ്ഡലം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഇപ്പോൾ ആരൊക്കെയാണോ വിശ്വാസത്തോടു കൂടെ അമ്മ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ആത്മാവിൻ്റെ ചില പകർച്ചകൾ സംഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവരുടെ ജീവിതത്തിനകത്ത് അഭിഷേകം അവരുടെ ലീഡ് ചെയ്യുന്ന ഒരു അനുഭവം, അഭിഷേകം അവരെ വഴി നടത്തുന്ന ഒരു അനുഭവം അവർക്കില്ലെങ്കിൽ, ഈ നിമിഷം മുതൽ കർത്താവേ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിഷേകം ഇവരെ വഴി നടത്തട്ടെ. അഭിഷേകത്താൽ നിറയപ്പെട്ട വ്യക്തികളായിട്ട് ഇവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരായിരിക്കുന്ന ചില പ്രതിസന്ധികളിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ, മുന്നോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അപ്പോൾ ആ അഭിഷേകം ഇവരെ ഉപദേശിച്ച് വഴി നടത്താൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില കൺഫ്യൂഷൻസ്, ചില ബേർഡൻ, ചില ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്നിവരുടെ മേൽ ചലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന സുജാത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് തലമുറകളുടെ ഭാവി സംബന്ധമായ ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ലീഡിംഗ് വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഞങ്ങൾ ആ അഭിഷേകത്തിൻ്റെ വഴി നടത്തലിനെ ഡിക്ലെയർ ചെയ്യുന്നു. പിതാവേ, അങ്ങ് അത്ഭുതം ചെയ്യണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, തുടർന്നുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണണം. കാരണം ഈ ഒരു സബ്ജക്റ്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ച് നടത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളൊരു ജയം തന്നെ ആയിരിക്കും. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എത്രമാത്രം സക്സസ് ആയിരുന്നോ അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതവും ഏറ്റവും അനുഗ്രഹമാകണമെന്ന്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണാൻ മിസ് ചെയ്യരുത്. ഈ വേർഡും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. സ്റ്റേ ബ്ലെസ്ഡ്. സ്റ്റേ ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ കൂടെ
നമ്മുടെ ദീപ്ഷിക എന്ന മോൾ നമ്മുടെ കൂടെ ഇന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. മോളുടെ ലൈഫിൽ യേശു എന്താണ് ചെയ്തത് നമുക്ക് മോളോട് ചോദിക്കാം. என்னோட பேர் தீப்ஷிகா. எனக்கு வந்து கொஞ்ச நாளாகவே ரொம்ப பேக் பெயின் இருந்துச்சு, படுக்க முடியாது. മോളെ യേശു തൊട്ടതായിട്ട് മോൾക്ക് അനുഭവപ്പെട്ടു. ആ സമയം തന്നെ മോള് പരിപൂർണമായിട്ട് സൗഖ്യമായി അല്ലേ? അതുവരെ അസ്ഥി വളഞ്ഞായിരുന്നേ, മോള് ചെരിഞ്ഞായിരുന്നിരുന്നല്ലേ? இப்படிதான் ப்ரேயர்ல நிற்கும் போது இப்படிதான் நின்னேன். ப்ரேயர் பண்ணி முடிச்சோடனே நான் ஆட்டோமேட்டிக்கா ஃபுல்லா என்னோட பாடி ஸ்ட்ரைட் ஆயிடுச்சு. அப்போவுமே நாங்கள் போய் எக்ஸ்ரே எடுத்து பார்த்தப்போ ഓപ്പറേഷനൊക്കെ ഒന്നുമേ വേണ്ടാം, ഫുള്ളാ ഉங்க പിള്ള സുഖമായിട്ടാന്ന് சொல்லிட்டாங்க. മോളെ ആദ്യത്തെ എക്സ്റേ റിപ്പോർട്ട് മോളുടെ കയ്യിലുണ്ട് അല്ലേ? അതിനകത്ത് എങ്ങനെയാ എക്സ്റേ റിപ്പോർട്ട് എങ്ങനെയാ ഇരിക്കുന്നേ? ஆதியம் எடுக்கும்போது வந்துட்டு ரொம்ப சரிஞ்சிருந்துச்சு, இப்படி வளைஞ்சிருந்துச்சு. அப்புறம் ப்ரேயருக்கு அன்னைக்கே நாங்கள் ஈவினிங் போய் எடுத்தப்போ ஸ்ட்ரைட்டாக இருந்துச்சு. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പോയി എടുത്ത എക്സ്റേ റിപ്പോർട്ടിൽ അസ്ഥി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. യേശു എത്ര വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ മോളിൽ യേശു ചെയ്ത അതേ അത്ഭുതം നിങ്ങളുടെ ലൈഫിലും യേശു ചെയ്യാൻ ശക്തനാണ്. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும்
ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.